ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മൾ ഇന്ന് ഒരു യാത്രയിലാണ്. എവിടെയോട്ടാണ് നമ്മൾ യാത്ര പോകുന്നത്? നമ്മൾ തെങ്കാശിയിലോട്ട് നമ്മൾ യാത്ര കഴിഞ്ഞ് മധുര വരെ പോകണം നമുക്ക്. പക്ഷേ അപ്പോ നമ്മൾ എന്തിനാണ് പോകുന്നത്? സർവീസ് ചെയ്യാൻ. എന്ത് സർവീസ് ചെയ്യാൻ? കണ്ണ് സർവീസ് ചെയ്യാൻ. അതെ, എന്റെ കണ്ണ് നമ്മള് റാഷിന്റെ കണ്ണ് സർവീസ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോ നമുക്ക് വരും കാഴ്ചകൾ നമുക്ക് ഇങ്ങനെ കാണാം. നമ്മളെ സ്വന്തം ആനവണ്ടിയിലാണ് പോകുന്നത്. സ്വന്തം ആനവണ്ടിയിലാണ് പോകുന്നത്. പക്ഷെ ബസ്സിൽ പോകുമ്പോ സൂക്ഷിക്കുക. അത് തന്നെ ഇപ്പോഴത്തെ സാഹചര്യം എല്ലാവർക്കും അറിയാം. അപ്പോ സൂക്ഷിക്കണം, ജാഗ്രത പാലിക്കണം. അപ്പൊ സൂക്ഷിച്ചും കണ്ടൊക്കെ നമുക്ക് പോവാം. അതെ. പക്ഷെ പേടിയുണ്ടോ? ഞാൻ രണ്ട് ആണുങ്ങളെ എടുക്കാണ്ടിരിക്കണം. അതല്ല ആശുപത്രി പോകുന്ന അതിൽ പേടിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും തെങ്കാശിയിലെ നേഴ്സുമാരെ കാണാം. കാഴ്ചകൾ കാണാമല്ലോ. ഓക്കെ, ബൈ ഗൈസ്, ബൈ. നമ്മളിപ്പം എത്ര മണി? 1:36. ഇപ്പോൾ തെങ്കാശി നമ്മളെ ആനവണ്ടി തമിഴ്നാട്ടിൽ പോടാ തനക്കണ്ടാ. ഇവിടെ ശാന്തം സമാധാനം ഒക്കെയാണ്. അല്ലേ, ഭയങ്കര ഉറക്കം. ഒരു ജാഥയ്ക്കുള്ള ആൾ കിടന്ന് ഉറങ്ങുന്നു. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ എന്തായാലും ഒരു ബസ് കണ്ടുപിടിക്കട്ടെ. ബസ് കണ്ടുപിടിച്ച് നമുക്ക് അടുത്ത അപ്പോ നമ്മളിപ്പോ അടുത്ത ബസ് കേറിയിട്ടുണ്ട്. വിശക്കുന്നു, അതുകൊണ്ട് നമ്മള് അതുകൊണ്ട് നമ്മള് സ്നാക്കൊക്കെ വാങ്ങിച്ചോണ്ടാണ് തിന്നത്. ഇനിയിപ്പൊ നമുക്കൊരു എത്ര മണിക്കൂറുണ്ട്? 5 മണിക്കൂർ. ഓക്കെ ഗൈസ്, ഒരു 5 മണിക്കൂർ നമുക്കൊരു യാത്ര ഉണ്ട്. അപ്പൊ ഈ യാത്ര കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനത്തുള്ളു. അതുപോലെ നമുക്ക് ഇത് തിന്നു വെച്ചോ. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ASMR. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അങ്ങെത്തിയിട്ട് കാണാം ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മൾ നേരെ ബസ് ഇറങ്ങി നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട്. ഗൈസ്, ഇതാണ് നമ്മുടെ ഹോസ്പിറ്റല്. നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് നമ്മളിപ്പോ കോഫി കുടിക്കുകയാണ്. അപ്പൊ നമുക്ക് മേലില് അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. പയ്യനെ അവിടെ ആക്കിയിട്ട് നമ്മൾ എത്താൻ ലേറ്റ് ആയി പോയി. നമ്മളെ KSRTC കുറച്ച് ലാഗ് അടിപ്പിച്ചു. അല്ലെ നമ്മൾ കുറച്ചുകൂടെ നേരത്തെ എത്തിയാണ്. അതാണ് സംഭവം. പക്ഷെ നമ്മളെ മറ്റേ ബസ് വേഗം എത്തിയില്ലേ? പെട്ടെന്ന് എത്തി. നമ്മളൊരു ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോ നമ്മൾ മധുര എത്തി. പിന്നെ ഒരു 5 മിനിറ്റ് യാത്ര കഴിഞ്ഞ് നമ്മളെ ഹോസ്പിറ്റലിൽ എത്തി. അതെ, അപ്പോ നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇനി എന്താന്നുള്ളത് നോക്കാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, അപ്പൊ ചെറുക്കൻ ഇനി ബാക്കി എന്താന്നുള്ളത് നോക്കണം. നമ്മള് ചായ കുടിച്ചിട്ട് പണ്ടേ എത്തുമ്പോ എന്തായാലും ക്യൂ തീരുമായിരിക്കും, നമ്മളെ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആവും, ട്രെയിൻ മിസ്സാവും. എന്തായാലും നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വിജയകരമായി അവിടെ നിന്ന് അതെ, നമ്മൾ പറഞ്ഞ് ഇബ്രോഡിൽ പോകണം, അങ്ങനെ ഇങ്ങനെ ഫ്ലൈറ്റ് അപ്പം മിസ്സാവും എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ ഇവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറി നേരെ എവിടെയാണ്ടാ? തെങ്കാശി നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ ബസ് കയറി പാലോട് ടു വീട്. ഓക്കെ, അപ്പോൾ നോക്കാം ഗൈസ്. ബസ് വിളിച്ച് നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വന്നേക്കാണ്. ഇവിടെ അത്യാവശ്യം നല്ല നോയ്സ് ഉണ്ട് കേട്ടോ. അപ്പോ ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറാൻ പോണ. അതിൻ്റെ ഒരു ഇതുണ്ട്, എന്താണ് എന്നൊന്ന് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പം D3 ആണ് നമുക്ക്. ഇത് തെങ്കാശിയാണ് നമ്മൾ എടുത്തേക്കണ. ഓക്കെ, അപ്പൊ എന്തായാലും നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രെയിനിൽ ഇരിക്കുകയാണ്. ആദ്യത്തെ ട്രെയിൻ യാത്രയാണ്.
അപ്പൊ എന്തിനാവോ എന്തോ നോക്കാം. നമുക്ക് റാഷിദാണ് നമ്മളെ വിളിച്ച് ഇരുത്തിയത്, എനിക്ക് അറിഞ്ഞുകൂടാ. നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ട്രെയിൻ എടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മള് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോ നല്ല സ്ലോയിലാണ് പോകുന്നത്, എനിക്ക് അറിഞ്ഞുകൂടി ഇത് എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ. അപ്പൊ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഇത് ചിലപ്പോൾ നല്ല സ്പീഡിന് പോവായിരിക്കും, മേ ബി. അപ്പൊ എന്തായാലും ഇങ്ങനെ ഓരോ യാത്രയുടെ ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ്. ഓക്കെ. അങ്ങനെ ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് നേരെ അവിടെ തെങ്കാശി വന്നിറങ്ങിയിട്ടുണ്ട്. തെങ്കാശി പടക്കം കിട്ടും ഗൈസ്. തെങ്കാശിയില് വിലക്കുറവില് പടക്കം കിട്ടും. അപ്പൊ നമുക്ക് പടക്കം മേടിക്കാം, നമ്മള് നാട്ടിൽ കൊണ്ടിട്ട് പൊട്ടിച്ചെളിയാം. പിന്നെ അപ്പുവിന്റെ വീട്ടിൽ അല്ല, അവിടെ മധുര ഉത്സവമാണ്. അപ്പം കുറച്ച് പടക്കമൊക്കെ മേടിച്ച് പോവാന്ന് വിചാരിച്ച്. പക്ഷെ നമുക്ക് 3:30 നമ്മുടെ ആന വണ്ടിയുണ്ട്, അതില് നമ്മൾ നേരെ പാലോട് ഇറങ്ങും അല്ലേ? നമുക്കിപ്പോ ഇനിയിപ്പോ 3:30 നമ്മളെ ഗൈഡ് റാഷിദാണ് പോണ്. അപ്പൊ റാഷിദ് പറയണത് 3:30 ഇനി അടുത്ത ബസ്. അപ്പൊ മണ്ടരെ വിശ്വസിച്ച് ഇറങ്ങിയ നമ്മളാണ് ആദ്യം അടിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് പോയി ബസ്സൊക്കെ ഉണ്ടാന്ന് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോ ബസ് സ്റ്റാൻഡിലോട്ട് പോകാനുള്ള വഴിയിലാണ് ഗൈസ്. എങ്ങനെ കേറുന്ന ഒരു പിടുത്തവും ഇല്ല. സത്യം പറഞ്ഞാല് വലിയ സിറ്റി എന്നേ ഉള്ളു തമിഴ്നാട്. ഭയങ്കര എന്താ പറയാ, ഒരു സ്ഥലമാണ്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് ബസ് കിട്ടിയിട്ട് നമുക്ക് പിന്നെ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളൊരു ഒരു വെള്ളം വാങ്ങിയിട്ട് തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകാനുള്ള ബസ്സിലേക്ക് പോകാനുള്ള രീതിയിലാണ്. വേറൊരു പ്ലാൻ ഉണ്ട്, സർപ്രൈസ് ആണ്, നമ്മൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, നമ്മൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ. നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ? അതെ അതെ അതെ, നമ്മളിപ്പോ സമാധാനം. എന്തൊരു ആശ്വാസം എന്നറിയാമോ ഈ നാട്ടിലെത്തിയപ്പോൾ. ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡ് കഴിച്ചിട്ട് ബാക്കി എന്താന്ന് വെച്ചാൽ നോക്കാം. സോ ഫുഡ് കഴിക്കാൻ നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് അതോടുകൂടി ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കാം. ലോങ് ട്രിപ്പ് അതെ അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇന്നത്തേക്കുള്ളത് ഇത്രയേ ഉള്ളൂ. ലവ് യു ഗൈസ്, ബൈ, ടാറ്റ.